നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും അവരുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയുവാൻ ജാതകം പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി അത്ഭുത ഫലപ്രാപ്തിയെ തരുന്ന യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യവശത്തിനായി ബാണേശി യന്ത്രവും, സർവ ഐശ്വര്യത്തിനും ദോഷശാന്തിക്കുമായി മഹാസുദർശന യന്ത്രവും, ശത്രുദോഷത്തിന് ബഗിളാമുഖിയും, സർവജനവശ്യത്തിനായി അശ്വാരൂഢവും, നവഗ്രഹ ദോഷങ്ങൾക്ക് നവഗ്രഹ യന്ത്രവും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനായുള്ള സമസ്ത യന്ത്രങ്ങളും ഇവിടെ തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബു വലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം ഭഗവാനി മഹേശ്വര. ഓം പാർവതി അമ്മേ, സുബ്രഹ്മണ്യ സ്വാമി, അയ്യപ്പ സ്വാമി, ദുർഗാദേവിക. നമസ്കാരം. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2026 മെയ് മാസത്തിൽ വന്നുചേരാൻ പോകുന്ന ബുധാദിത്യ രാജയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ബുധനും ആദിത്യനും തമ്മിൽ സംയോഗം ചെയ്യുന്നു ഇടവം രാശിയിൽ. ആ സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4 രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് പൊതുവിൽ വളരെ അനുഗ്രഹദായകമായ ജീവൽ വ്യവസ്ഥകൾ വന്നുചേരാൻ പോവുകയാണ്. തീർച്ചയായും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സാമ്പത്തികമായ നിലവാരത്തിൻ്റെ ഉയർച്ചയുടെയും കാലമാണ് ബുധാദിത്യ രാജയോഗത്തിലൂടെ 4 രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർ അനുഭവിക്കാൻ പോകുന്നത്. മെയ് 15 ബുധൻ ഇടവം രാശിയിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞാൽ മെയ് 15 ബുധൻ ഇടവം രാശിയിലേക്ക് മാറുന്നതോടുകൂടി ബുധാദിത്യ രാജയോഗം പൂർണ്ണമാവുകയാണ്. ബുധാദിത്യ രാജയോഗത്തിൻ്റെ ഏറ്റവും ഗുണകരമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിയുന്ന രാശിക്കാരാണ് ഇടവം രാശി നക്ഷത്രജാതർ. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം പകുതി നക്ഷത്രങ്ങൾ ചേരുന്നതാണ് ഇടവം രാശി എന്ന് പറയുന്നത്. ഈ രാശിയിലാണ് ബുധാദിത്യ രാജയോഗം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടവക്കൂറുകാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് സുവർണകാലമാണ് 2026 എന്ന് പറയേണ്ടിയിരിക്കുന്നു. വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ, വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള ആഗ്രഹം സഫലീകരിക്കൽ, അതുപോലെ തന്നെ തൊഴിൽ സാധ്യത തെളിഞ്ഞു വരൽ, അതുപോലെ പഠിച്ച് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹ പൂർത്തീകരണം, അതുപോലെ ദാമ്പത്യപരമായിരിക്കുന്ന വ്യവസ്ഥയുടെ സന്തോഷകരമായ നിമിഷങ്ങൾ, കുടുംബപരമായിരിക്കുന്ന ആനന്ദ നിമിഷങ്ങൾ അനുഗ്രഹിക്കുക തുടങ്ങിയ ഒരുപാട് ഗുണങ്ങൾ ഇടവം രാശി നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ബുധാദിത്യ രാജയോഗത്തിലൂടെ വന്നുചേരുക തന്നെ ചെയ്യും. ലോട്ടറി ഭാഗ്യം പോലെയുള്ള 1ാം സ്ഥാനമൊന്നും ലഭിച്ചില്ലെങ്കിലും വളരെ തുല്യമായിരിക്കുന്ന തുക ലഭിക്കുവാനുള്ള ഭാഗ്യം ബുധാദിത്യ രാജയോഗത്തിലൂടെ ഇടവം രാശിക്കാർക്ക് വന്നു ചേരുന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞ് ഈ പറഞ്ഞതുപോലെ ലോട്ടറി ഒന്നും വാരിയെടുക്കാൻ പോകരുത്. തുച്ഛമായ തുക കൊടുത്ത് 1 2 എടുക്കുക. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ എടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും പറയാനുള്ളത്. തീർച്ചയായിട്ടും ഒരു വലിയ ഭാഗ്യം ബുധാദിത്യ രാജയോഗത്തിലൂടെ ഈ പറഞ്ഞ നക്ഷത്രജാതർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അടുത്തത് ചിങ്ങം രാശിയാണ്. മകം, പൂരം, ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാരുടെ 10ാം ഭാവം അഥവാ കർമ്മ ഭാവത്തിലാണ് ബുധാദിത്യ രാജയോഗം രൂപം കൊണ്ട് അനുഗ്രഹിച്ചു നിൽക്കുന്നത്. തൊഴിൽ മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടാകുമെന്നുള്ളതാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്ന ചിങ്ങം രാശി നക്ഷത്രജാതർക്ക് വലിയ ലാഭം, അതുപോലെ തന്നെ ബിസിനസ് മേഖലയുടെ ബ്രാഞ്ചുകൾ മറ്റ് പല പ്രദേശത്തും സ്ഥാപിക്കുന്നതിനുള്ള ഭാഗ്യവും ഉണ്ടാകും. അതുപോലെ തന്നെ വിദേശ രാജ്യത്തിലേക്ക് പോകുന്നതിനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുന്നു.
സമൂഹത്തിൽ കീർത്തി കേൾക്കുന്നതിനായിട്ടുള്ള ഭാഗ്യവുമുണ്ട്. പ്രവർത്തന പശ്ചാത്തലത്തിലൂടെ മറ്റുള്ളവരെ കൂടി സഹായിക്കുന്നതിനുള്ള മാനസികാവസ്ഥ ചിങ്ങം നക്ഷത്ര ജാതരായിരിക്കുന്ന, ചിങ്ങം രാശി നക്ഷത്ര ജാതരായിരിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഭാഗ്യം കൂടിയുണ്ട്, മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള ഭാഗ്യം. അതുപോലെ തന്നെ കലാ, കായിക, സാംസ്കാരിക മേഖലകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ചിങ്ങം രാശി നക്ഷത്ര ജാതരായിരിക്കുന്ന ആളുകൾക്ക് പ്രശസ്തിയും കീർത്തിയും സമ്മാനങ്ങളും ധനവുമൊക്കെ ലഭിക്കുന്നതിനുള്ള ഭാഗ്യവും ബുധാദിത്യ രാജയോഗത്തിലൂടെ വന്നു ചേരുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിജയകരമായിട്ട് പരീക്ഷകളിൽ പാസ്സാക്കാൻ കഴിയും. ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗ്രേഡുകളും മാർക്കും വാങ്ങി പാസ്സായി മുന്നോട്ടുള്ള വഴി തുറക്കും എന്നുള്ളതും ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന കാര്യമാണ്. യുവതീ യുവാക്കളുടെ തൊഴിൽ തടസ്സങ്ങൾ നീങ്ങി വളരെ ആഹ്ലാദകരമായി ആഗ്രഹിച്ച തൊഴിൽ തന്നെ ലഭിക്കുന്നതിനായുള്ള ഭാഗ്യം ബുധാദിത്യ രാജയോഗത്തിലൂടെ ഉണ്ടാകും എന്നുള്ളതും പറയേണ്ട കാര്യം തന്നെയാണ്. തീർച്ചയായും വലിയ ഭാഗ്യങ്ങൾ അനുഭവിക്കുവാനുള്ള എല്ലാ വിധിയും ചിങ്ങം രാശി നക്ഷത്ര ജാതർക്കുണ്ട് എന്നുള്ളതാണ്. അടുത്തത് കന്നി രാശി നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയാനുള്ളത്. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര പകുതി ചേരുന്ന നക്ഷത്ര കൂട്ടങ്ങളുടേതായിരിക്കുന്ന യോജിപ്പാണ് കന്നി രാശി എന്ന് പറയുന്നത്. ബുധാദിത്യ രാജയോഗത്തിൻ്റെ അനുഭവവേദ്യത വളരെ ഭാഗ്യദായകമായി തന്നെ കന്നി രാശി നക്ഷത്ര ജാതർക്കും വന്നു ചേരും. അതുപോലെ തന്നെ ബുധൻ കന്നി രാശിയുടെ അധിപനായി നിൽക്കുന്നത് കൊണ്ട് ബുധാദിത്യ രാജയോഗത്തിൻ്റെ ഭാഗ്യപൂർണത ലഭിക്കുന്നതിനായിട്ട് വളരെ ഭാഗ്യമുള്ള രാശിക്കാരാണ് കന്നി രാശിക്കാർ. സാമ്പത്തിക നില മെച്ചപ്പെടും, ഭാഗ്യത്തിൻ്റെതായിരിക്കുന്ന ഉദയം പൂർണ്ണമാകും, ദാമ്പത്യ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാവും. വിവാഹം തടസ്സപ്പെട്ട് നിന്നിരുന്ന ഈ നക്ഷത്ര ജാതർക്ക് വിവാഹം നടക്കുന്നതിനായിട്ടുള്ള ഭാഗ്യം വന്നു ചേരും. അതുപോലെ തന്നെ രോഗ ദുരിതങ്ങളൊക്കെ വന്നു ചേർന്ന് വളരെ വിഷമകരമായിരിക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്ക് ബുധാദിത്യ രാജയോഗത്തിൻ്റെ അനുഗ്രഹത്തിൽ ആ രോഗത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നുമൊക്കെ മുക്തി നേടുന്നതിന് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനപരമായ കാര്യങ്ങളിൽ വലിയ കുതിച്ചുകയറ്റം തന്നെയാണ്, വിജയപരമായ കുതിച്ചുകയറ്റം തന്നെയാണ് നടക്കുന്നത്. ഇഷ്ടമുള്ള പദ്ധതികൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ള പഠനപരമായ വ്യവസ്ഥിതികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹം ബുധാദിത്യ വ്യവസ്ഥയിൽ നിന്ന് ലഭിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ തൊഴിൽ സാധ്യത വളരെ കൂടുതൽ യുവതി യുവാക്കൾക്ക് അനുഭവവേദ്യമാകും. വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുക തന്നെ ചെയ്യും. ബുധ ആദിത്യ രാജയോഗത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണിതൊക്കെ. അതുപോലെ തന്നെ പുതിയ കരാറുകളിൽ ഏർപ്പെടുവാനുള്ള ഭാഗ്യമുണ്ടാവും. ദീർഘകാല നിക്ഷേപങ്ങളൊക്കെ കൈകളിലേക്ക് എത്തുന്ന സമയം കൂടിയാണ് കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് വൃശ്ചിക രാശി നക്ഷത്ര ജാതരെ കുറിച്ചാണ് പറയുന്നത്. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്നതാണ് വൃശ്ചികക്കൂറ് എന്ന് പറയുന്നത്. വൃശ്ചിക രാശിക്കാരുടെ 7ാം ഭാവത്തിലാണ് ബുധാദിത്യ രാജയോഗം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈവാഹികമായ വ്യവസ്ഥിതി, കുടുംബപരമായ വ്യവസ്ഥിതി, ദാമ്പത്യ തലങ്ങൾ ഒക്കെ ഉയർന്ന തരത്തിൽ ആഹ്ലാദമായി കൊണ്ടുപോകുവാൻ കഴിയുമെന്നുള്ളതാണ്. വളരെ സന്തോഷത്തോടുകൂടി, നിറഞ്ഞ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകും ഇവയൊക്കെ. അതുപോലെ വിവാഹ തടസ്സങ്ങൾ ഉണ്ടായി നിൽക്കുന്ന വൃശ്ചികം നക്ഷത്ര ജാതർക്ക് അല്ലെങ്കിൽ വൃശ്ചികം രാശി നക്ഷത്ര ജാതർക്ക് ഭാഗ്യപൂർണത കൈവരുന്നു. ഇഷ്ടപ്പെടുന്ന തരത്തിൽ വളരെ സാമ്പത്തികമായ ഉന്നതിയോടുകൂടി വിവാഹമൊക്കെ വന്നു ചേരുകയും നടക്കുകയും ചെയ്യുന്ന സമയമാണിത്. ബുധാദിത്യ രാജയോഗത്തിലൂടെ മംഗളകരമായ അനുഭവങ്ങൾ വൃശ്ചികം രാശി നക്ഷത്ര ജാതരിൽ വന്നു ചേരും. അതുപോലെ തന്നെ വൃശ്ചിക രാശി നക്ഷത്ര ജാതർക്ക് അപ്രതീക്ഷിതമായ ധനലാഭമുണ്ടാകും. വൃശ്ചികം രാശി നക്ഷത്ര ജാതർക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം ഉയർച്ചയുണ്ടാകുന്ന സമയമാണ്. ഭാഗ്യക്കുറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള സൗഭാഗ്യവും കാണുന്നുണ്ട്. കാലങ്ങളായി മുടങ്ങിക്കിടന്ന സമ്പാദ്യ പദ്ധതികളിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാകുവാൻ തുടങ്ങുന്നു. പിന്നെ തൊഴിൽപരമായ മേഖലകളിൽ സാമ്പത്തിക കുതിച്ചുകയറ്റം നടക്കും. ശമ്പളമൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നതിനേക്കാൾ വളരെ കൂടുതൽ വാങ്ങുന്നതിനായിട്ടുള്ള
ഭാഗ്യവും ബുധാദിത്യ രാജയോഗത്തിലൂടെ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ ഉയർച്ച, അതുപോലെ തന്നെ യുവതി യുവാക്കൾക്ക് തൊഴിൽപരമായ സാധ്യത, വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിനുമുള്ള സാധ്യത തെളിഞ്ഞു നിൽക്കുകയാണ്. ബുധനും ആദിത്യനും യോഗം ചെയ്യുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്, ഭാഗ്യസംയോഗമാണ്. ഈ ഭാഗ്യം അനുഭവിക്കുന്നതിനായിട്ട് തീർച്ചയായും ഈ രാശിക്കാരായ നക്ഷത്രജാതർ ക്ഷേത്ര സന്നിധികളിൽ പോവുകയും നാമസങ്കീർത്തനങ്ങളൊക്കെ ഉരുവിടുകയും ഈശ്വര സവിധത്തിൽ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ഒക്കെ പറഞ്ഞ് പ്രാർത്ഥനാ നിർഭരമായൊരു ജീവിതമാണ് നയിക്കേണ്ടുന്നത്. ഏറ്റവും ഭാഗ്യകരമായിരിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.